ഈ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്മസ് ദിനത്തിൽ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ ജനനം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. അതായത് യേശു ജനിച്ചതുപോലെ തന്നെ ഒരു വലിയ അത്ഭുതമാണ്, വലിയൊരു മഹാസന്തോഷമാണ് നാം വീണ്ടും ജനിച്ചത്. യേശു ഈ ഭൂമിയിൽ വന്ന് ജനിച്ചില്ലായിരുന്നെങ്കിൽ വീണ്ടും ജനനം എന്ന ഒരു വാക്ക് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല. പുതുതായി ജനിക്കുക. യേശു നിക്കോദിമോസിനോട് പറഞ്ഞു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല. നിക്കോദിമോസിന് മനസ്സിലായില്ല. യോഹന്നാൻ 3 പറയുന്നു, ഒരുവൻ അമ്മയുടെ ഉദരത്തിൽ വീണ്ടും ചെന്നെങ്ങനെ ജനിക്കും വൃദ്ധനായ ശേഷം? ഒരിക്കലവൻ ജനിച്ചതല്ലേ ആത്മാവിലും വചനത്താലും ഉള്ള ജനനം. ആ ജനനത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞത്. അത് സംഭവിക്കണമെങ്കിൽ യേശു ഒന്നാമത് ഇവിടെ ജനിക്കണമായിരുന്നു. യേശുവിൻ്റെ ജനനം നമ്മുടെ വീണ്ടും ജനനത്തിന് കാരണമായി തീർന്നു. 2 കൊരിന്ത്യർ 5:17 പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ക്രൂശിൽ യേശു മരിക്കാനാണ് ഈ ഭൂമിയിൽ ജനിച്ചത്. അതുകൊണ്ടാണ് സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു എന്ന് ദൂതന്മാർ ആട്ടിടയന്മാരോട് പറഞ്ഞിട്ട് അടയാളമോ, ശീലയിൽ പൊതിയപ്പെട്ട ഒരു കുഞ്ഞിനെ നിങ്ങൾ പശുത്തൊട്ടിയിൽ കാണും. ജനിക്കുന്ന കുഞ്ഞിനെ ഇതുപോലെ ശീലയിൽ പൊതിയില്ല. ശീലയിൽ പൊതിയുന്നത് ശവസംസ്കാര സമയത്താണ്. ശീലയിൽ പൊതിഞ്ഞ് സുഗന്ധ ദ്രവ്യങ്ങളെല്ലാം പൂശി കല്ലറയിൽ വയ്ക്കും. ശീലയിൽ പൊതിയുന്നത് മരണത്തിലാണ്. അപ്പോൾ ഒരു അടയാളം പറഞ്ഞു. എന്താണ്? ശീല കൊണ്ട് പൊതിയപ്പെട്ട ഒരു കുഞ്ഞിനെ പശുത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്നത് കാണും. ആ കുട്ടിയാണ് സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. അതിൻ്റെ അർത്ഥം ആ കുട്ടി ജനിച്ചത് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് മരിക്കാനാണ്. ഇന്നേ ദിവസം ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ക്രൂശിൽ മരിക്കാനാണ്. ആ ക്രൂശ് മരണത്തിലൂടെ ഉണ്ടായതാണ് മഹാസന്തോഷം. യേശു ജനിച്ചതല്ല മഹാസന്തോഷം. നാം വീണ്ടും ജനിക്കുവാൻ യേശു ജനിച്ചു, ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു, നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതാണ് നമ്മുടെ മഹാസന്തോഷം. നമ്മുടെ സന്തോഷം നമ്മിൽ നിന്ന് ആർക്കും എടുത്തു കളയാൻ കഴിയാത്തത് അതുകൊണ്ടാണ്. ഈ സന്തോഷത്തിൽ നമുക്ക് ഇന്നേ ദിവസം ആഘോഷിക്കാം. യേശുവിനെ ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. പ്രണയമാണ് എനിക്കു, പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്കു, പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്കു, പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്കു, പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്. വെണ്മയും ചുവപ്പുമുള്ള എന്റെ യേശു തമ്പുരാനെ, നിന്നാദരമിന്നു വന്നു, എന്നെയൊന്നു ചുംബിക്കട്ടെ, വെണ്മയും ചുവപ്പും
യേശു തമ്പുരാനെ നിന്നാധാരം ഇന്നു വന്നു എന്നെയൊന്നു ചുംബിക്കട്ടെ പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ നിന്നോട് പ്രണയമാണ് പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ നിന്നോട് പ്രണയമാണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ ഉള്ള യേശു നായകനെ നിൻ പ്രണയം വിനതിലും മധുരമുള്ള ലഹരിയാണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ ഉള്ള യേശു നായകനെ നിൻ പ്രണയം വിനതിലും മധുരമുള്ള ലഹരിയാണ് പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ നിന്നോട് പ്രണയമാണ് പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ നിന്നോട് പ്രണയമാണ് പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ നിന്നോട് പ്രണയമാണ് പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ നിന്നോട് പ്രണയമാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യം കൂടി വായിക്കാൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് 33-ാമത്തെ വാക്യം, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകണം. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാനല്ല, എന്നെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, എന്നിൽ ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകണം. അതായത് അതിന് തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. പിതാവ് എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല താനും. നിങ്ങളെല്ലാവരും 4 വഴിക്ക് ചിതറിപ്പോവും. ആടുകൾ ചിതറിപ്പോവും, ഇടയനെ വെട്ടും എന്ന പ്രവചനം നിവർത്തിയാകാൻ കൂടെയുള്ളവരെല്ലാം ചിതറിപ്പോകണം, ഇടയനെ പിടിക്കും എന്നുള്ളത് സക്കറിയ 10 പറയുന്ന ആ പ്രവചനമൊക്കെ നിവർത്തിയാകണം. അതുകൊണ്ടാണ് നിങ്ങൾ ചിതറിപ്പോകുന്നത്. നിങ്ങൾ മോശക്കാരായതുകൊണ്ടല്ല ചിതറിപ്പോകുന്നത്. ഇതെല്ലാം ഒരു അടയാളമാണ്. എന്നാൽ എനിക്ക് പേടിയില്ല. നിങ്ങളില്ലെങ്കിലും ഞാൻ ഏകനാണെങ്കിലും ഒറ്റക്ക് നിൽക്കാനും എനിക്ക് പേടിയില്ലാത്തത് എൻ്റെ പിതാവ് ഒരിക്കലും എന്നെ ഏകനായി വിട്ടിട്ടില്ല. എൻ്റെ പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല താനും. പിതാവ് എന്നോട് കൂടെയുണ്ട്. ജോസഫ് ജീവിതത്തിൽ കഷ്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ സ്വന്തം പിതാവ് തൻ്റെ കൂടെ ഇല്ലായിരുന്നു. സ്വന്തം പിതാവ് തെറ്റിദ്ധരിച്ചു ജോസഫ് മരിച്ചുപോയെന്ന്. എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് അവനോട് കൂടെയിരുന്നു. അതായത് ഈ ലോകത്തിലെ പിതാവും മാതാവും എല്ലാം ഒരു പരിധിക്കപ്പുറം നമ്മെ സഹായിക്കാൻ കഴിയാതെ പരിമിതപ്പെട്ടു പോകും.
വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക്, ഒരു ആൺകുട്ടിക്ക് അപ്പൻ്റെ അമ്മയുടെയും സഹായത്തിനൊരു പരിധിയുണ്ട്. കുറച്ചൊക്കെ പൈസ അയച്ചു തരും, ഫോൺ വിളിക്കും, വീഡിയോ കോൾ ചെയ്യും. ഇതിനപ്പുറത്ത് എന്ത് ചെയ്യാനാണ്? എന്നാൽ ജോസഫിൻ്റെ കൂടെ ഇരുന്നവൻ നമ്മുടെ കൂടെ ഇരുന്നാൽ പോകുന്നിടത്തെല്ലാം നമ്മൾ സക്സസ് ആകും. ജോസഫ് ആ അടിമ വീട്ടിൽ, പോത്തിഫേറിൻ്റെ വീട്ടിൽ അവൻ കാലെടുത്ത് വെച്ചു. ആ വീട് അനുഗ്രഹിക്കപ്പെട്ടു. അവൻ തൊടുന്നതെല്ലാം സക്സസ് ആയി. ആ വീടിൻ്റെ കൃഷി, ആ വീടിൻ്റെ അകം പുറം എല്ലാം ജോസഫ് വന്ന് കയറിയോ ആ വീട് അഭിവൃദ്ധിപ്പെട്ടു. ചിലരുടെ മേലൊരു അഭിവൃദ്ധി കിടപ്പുണ്ട്. അതിൻ്റെ കാരണം അവർക്ക് ഒരു പ്രത്യേകതയില്ല, അവരുടെ കൂടെ കർത്താവുള്ളത് കൊണ്ടാണ്. ഈ ജോസഫ് തന്നെ ജയിലിൽ പോയി. ജയിലിൽ ചെന്നപ്പോൾ ജയിലധികാരി ഇവൻ തൊടുന്നതെല്ലാം സക്സസ് ആയതുകൊണ്ട് പിന്നെ ഒന്നും നോക്കുന്നില്ല, മുഴുവൻ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇപ്പോൾ ജയിലധികാരി ഒഫീഷ്യലായിട്ട് വീട്ടിലിരിക്കുന്നു. ജോസഫ് ജയിലധികാരിയായി ജയിൽ നടത്തുന്നു. ജയിലിലുള്ളവരുടെ മുഖം പോലും വാടാൻ ജോസഫ് സമ്മതിക്കില്ല. അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്രവാഹന്മാരുടെ പ്രമാണിയും കൊട്ടാരത്തിൽ നിന്ന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ വന്നപ്പോൾ ഒരു ദിവസം അവരുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ടപ്പോൾ ജോസഫ് ചോദിക്കുക, നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ജയിലിൽ പിന്നെ തുള്ളിച്ചാടണം? ഏത് ജയിലിലാണ് സന്തോഷമുള്ളത്? എല്ലാവരുടെയും മുഖം വാടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ജയിൽ. എന്നാൽ ജോസഫ് ഉള്ള സ്ഥലം ജയിലാണെങ്കിൽ പോലും അവിടെ സന്തോഷമാണ്. അവിടെ സന്തോഷത്തിന് കുറവില്ല. പോത്തിഫേറിൻ്റെ വീട്ടിലാണെങ്കിലും സന്തോഷം, ജയിലിലാണെങ്കിൽ പോലും സന്തോഷം. നിങ്ങളുടെ മുഖം എന്താ വാടിയിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ വിഷമം? അതായത് ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളാരും ജോസഫ് ഉള്ളിടത്തോളം വിഷമിച്ചിരിക്കാൻ പാടില്ല. ഇത് തന്നെയല്ലേ ജോസഫ് ജയിലിൽ നിന്ന് നേരെ കൊട്ടാരത്തിൽ ചെന്നു. ഫറവോയുടെ മുഖം വാടിയിരിക്കുന്നു. കാരണം താൻ കണ്ട സ്വപ്നവും അതിൻ്റെ അർത്ഥവും പറയാൻ ഭൂമിയിൽ ആരുമില്ല. അദ്ദേഹത്തിൻ്റെ മുഖം വാടിയിരിക്കുന്നു. മന്ത്രവാദികൾക്ക് കഴിഞ്ഞില്ല, അവിടെയുള്ള ജ്ഞാനികൾക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മുഖം വാടിയിരിക്കുന്നു. ഉടനെ ജോസഫ് അദ്ദേഹത്തിൻ്റെ മുഖം സന്തോഷമുള്ളതാക്കി. മാത്രമല്ല, ജനങ്ങളിൽ ഉണ്ടാകാനുള്ള വലിയൊരു ദുഃഖം ജോസഫ് മുഖാന്തരം ദൈവം എടുത്തു കളയുകയാണ്. ഇപ്പം ജോസഫിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമാർജനം, ദാരിദ്ര്യം എടുത്തു കളയുക, വേദനകൾ എടുത്തു കളയുക, സങ്കടങ്ങൾ എടുത്തു കളയുക. കാരണം ദൈവം അവൻ്റെ കൂടെയുണ്ട്. ദൈവം എവിടെയുണ്ടോ അവിടെ ദാരിദ്ര്യം ഇല്ലായ്മയാകും, രോഗങ്ങൾ ഇല്ലായ്മയാകും. അതുകൊണ്ടാണ് മർക്കോസ് 16:20 മുതൽ അല്ലെങ്കിൽ 18, 19, 20 വായിക്കുമ്പോൾ അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടി ഇരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ച് അവർ പോയിടത്തെല്ലാം സന്തോഷത്തെ റിലീസ് ചെയ്തു. വലിയ സന്തോഷമാണ് അവിടെ എല്ലാം ഉണ്ടായി വന്നത്. വലിയ ദുഃഖങ്ങളെ എടുത്തു മാറ്റി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന ഒരു ദൈവദാസനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ? 14 മരിച്ചവരെ ഉയർപ്പിച്ച ഇംഗ്ലണ്ടിലെ 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഉണർവ് വീരൻ, വിശ്വാസ വീരൻ. അദ്ദേഹത്തിന് ഒരിക്കലൊരു കത്ത് വന്നു. ഒരു പിതാവിൻ്റെ കത്താണ്. എൻ്റെ മകൾക്ക് ഭൂതബാധയാണ്, അവളെ ആർക്കും വിടുവിക്കാൻ കഴിയുന്നില്ല, അങ്ങ് വന്ന് എൻ്റെ മകളെ സൗഖ്യമാക്കും. ആ വാർത്ത വായിച്ച് അദ്ദേഹം കരഞ്ഞു. ആ കത്ത് വായിച്ച ഉടനെ അദ്ദേഹം പുറപ്പെട്ടു പോയി. അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച പൂർണ്ണ നഗ്നയായ ഒരു പെൺകുട്ടി. അവളെ ആർക്കും വസ്ത്രം ധരിപ്പിക്കാൻ കഴിയില്ല. അവൾ അലറിക്കൊണ്ട് നിൽക്കുകയാണ്. അവളെ പിടിക്കുവാൻ 6 പേരെ ശമ്പളത്തിന് നിർത്തിയിരിക്കുകയാണ്. ദുഃഖകരമായ ഈ കാഴ്ച കണ്ട് സ്മിത്ത് വിഗിൾസ്വർത്ത് കരഞ്ഞു. ആ പെൺകുട്ടിയിലുള്ള ഭൂതത്തെ പുറത്താക്കി ഉടനെ അവൾ നഗ്നയെന്ന് അറിഞ്ഞ് ഓടിച്ചെന്ന് വസ്ത്രം ധരിച്ചു. ആ പിതാവിനുണ്ടായ സന്തോഷം, ആ കുഞ്ഞിൻ്റെ മാതാവിനുണ്ടായ സന്തോഷം
അവരുടെ ബന്ധുക്കൾക്കുണ്ടായ സന്തോഷം, ആ ദേശത്തുണ്ടായ സന്തോഷം വർണ്ണിക്കാൻ കഴിയാത്തതാണ്. യേശു കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ പോകുന്നിടത്ത് സന്തോഷത്തെയാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾ ഒരിറ്റ് സന്തോഷത്തിന് വേണ്ടിയാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത്. എന്താണ്? സൗഖ്യം, സ്വസ്ഥത, സമാധാനം. ഇതെല്ലാം യേശു ക്രിസ്തുവിലൂടെയാണ് എല്ലാവരിലേക്കും വരുന്നത്. അപ്പോൾ നമ്മൾ വായിച്ച ഒടുവിലത്തെ വാക്യത്തിൽ, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. സമാധാനമുണ്ടാകേണ്ടത്, നമ്മൾ വളരെയധികം സ്വസ്ഥതയും സമാധാനവും ഉള്ളവരാകണമെന്ന് ആഗ്രഹിച്ച് കർത്താവ് എല്ലാ കാര്യങ്ങളും നമ്മളോട് തുറന്ന് പറയുകയാണ്. ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ചിതറും, നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ താന്താൻ്റെ വഴിയിലോട്ട് പോകും, എന്നെ അവർ പിടിച്ചുകൊണ്ട് പോകും, എന്നാൽ എൻ്റെ പിതാവിൻ്റെ കൂടെയുണ്ട്. ഇത് നേരത്തെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സമാധാനമുണ്ടാകേണ്ടത്. നാളെ നിങ്ങൾക്ക് കുറ്റബോധമുണ്ടാകരുത്. അയ്യോ, ഞങ്ങൾ ഇട്ടേച്ചു പോയല്ലോ എന്ന കുറ്റബോധത്തിൽ നിങ്ങൾ ജീവിക്കാൻ ഇടയാകരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ട്. കുറ്റബോധം അതൊരു ഭയങ്കര അപകടമാണ്. കുറ്റബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ മരണത്തിന് വിധേയനാകുന്നതാണ് ഏറ്റവും നല്ലത് എന്നൊരിക്കൽ DGS ദിനകരൻ പറയുകയാണ്. അദ്ദേഹം അമേരിക്കയിലെ ഒരു ചരിത്രം DGS ദിനകരൻ ഒരിക്കൽ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, അമേരിക്കയിൽ ഒരു മനുഷ്യൻ ഒരാളെ ഒരു സ്ഥലത്ത് വെച്ച് വെടിവെച്ചിട്ടു. അദ്ദേഹം അവിടുന്ന് പോവുകയാണ്, രാത്രിയാണ്. പോകുന്ന വഴിക്ക് ആ വെടികൊണ്ട് വീണ അയാൾ, അയ്യോ ആരെങ്കിലും ഓടി വന്ന് എന്നെ രക്ഷിക്കൂ, അയ്യോ ആരെങ്കിലും ഓടി വന്ന് എന്നെ രക്ഷിക്കൂ എന്നിങ്ങനെ ഉറക്കെ നിലവിളിച്ചപ്പോഴും ഹൃദയം കഠിനപ്പെടുത്തി ഇദ്ദേഹം അവിടുന്ന് പോയി. എന്നാൽ ഇദ്ദേഹത്തെ പിടിച്ചു, ജയിലിലാണ്. ഇദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഒത്തിരി പേര് പരിശ്രമം നടത്തുന്നുണ്ട്. പുറത്തു വരാനുള്ള സാധ്യതയും ഇദ്ദേഹത്തിനുണ്ട്. 10 വർഷമായി. ആ സമയത്ത് അദ്ദേഹം ജഡ്ജിയോട് ഒരിക്കൽ പറഞ്ഞു, എന്നെ ഉടനെ കൊന്നുകള, എനിക്ക് ജീവിക്കണ്ട. വക്കീലുമാർ, ഇദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നവർ, വക്കീലുമാർ പറഞ്ഞു, എന്ത് പൊട്ടത്തരമാണ് പറയുന്നത്, എന്തിനാ അങ്ങനെ പറഞ്ഞത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ആ ചരിത്രം വിവരിച്ചു, എന്നെ ആര് രക്ഷിക്കൂ, ആരെങ്കിലും വന്ന് എന്നെ രക്ഷിക്കൂ എന്ന ഒരു വാർത്ത അന്ന് അർദ്ധരാത്രിയിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം കഠിനപ്പെടുത്തിയ പോന്ന ആ ശബ്ദം നീണ്ട 10 വർഷമായിട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുഴങ്ങുകയാണ്. ആരെങ്കിലും എന്നെ രക്ഷിക്കൂ, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ, മനസാക്ഷിയെ തകർത്തുകളെ. അദ്ദേഹം പറയാണ്, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. കാരണം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഇത് മുഴങ്ങി കേൾക്കുകയാണ്. ഇതുപോലെ നമ്മുടെ മനസാക്ഷിയിൽ വരുന്ന ഭയങ്കര അസ്വസ്ഥതകൾ, ജീവിക്കാൻ പോലും നമുക്ക് കഴിയാതെ കുറ്റബോധത്തിൽ ആഴ്ത്തിക്കളയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇടാൻ പിശാച് ശ്രമിക്കുമ്പോൾ യേശു പറയാണ്, നിങ്ങൾക്ക് സമാധാനമുണ്ടാകാൻ നാളെ നിങ്ങൾക്ക് കുറ്റബോധം വരരുത്. എന്നെ തള്ളിക്കളഞ്ഞിട്ട് പോയല്ലോ എന്നുള്ള കുറ്റബോധത്തിൽ നിങ്ങൾ നിരാശപ്പെട്ട് കുറ്റബോധത്തിൽ ആഴ്ന്നു പോകാതിരിപ്പാൻ. അത് തന്നെ പൗലോസ് പറയുന്നുണ്ട്, അവന് അത്രയും ശിക്ഷ മതി, എല്ലാവരും അവനെ ഒറ്റപ്പെടുത്തിയ ആ വലിയ ദുഃഖത്തിൽ അവൻ മുങ്ങിപ്പോകരുത്. അതുകൊണ്ട് അവനോട് ക്ഷമിക്കണം. അത് വലിയ ശിക്ഷയാണ്, ഒറ്റപ്പെടുക, കുറ്റബോധത്തിൽ ആഴ്ന്നു പോകുക. യേശു പറയണം, നിങ്ങൾക്ക് സമാധാനമുണ്ടാകാനാണ് ഞാനിതെല്ലാം അഡ്വാൻസായി പറഞ്ഞത്. നിങ്ങൾ എന്നെ വിട്ട് ഓടും, അത് ആ സാഹചര്യത്തിൽ നിങ്ങൾ ഓടിപ്പോകും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. എന്നാൽ ഞാൻ ഓടില്ല, കാരണം എൻ്റെ കൂടെ എൻ്റെ പിതാവുണ്ട്. എനിക്ക് എൻ്റെ ദൗത്യം അറിയാം, ഞാൻ എന്തിനു വന്നെന്ന് എനിക്കറിയാം, ഞാൻ ആരെ സേവിക്കുന്നു എന്നറിയാം, എൻ്റെ പിതാവ് ആരാണെന്ന് എനിക്കറിയാം, ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ഈ കാരണങ്ങളാൽ ഞാൻ പുറകോട്ട് മാറില്ല. ഈ ക്രിസ്മസ് ദിനത്തിൽ യേശുവിൻ്റെ സകല ബുദ്ധിയും കവിയുന്ന സമാധാനമുള്ള കുടുംബങ്ങളായി നമുക്ക് തീരുവാൻ, യേശുവിൻ്റെ ജനനത്തെ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ യേശുവിൻ്റെ വരവ്
AD BC പോലെ ചരിത്രത്തെ രണ്ടാക്കിയത് യേശു രക്ഷകനായി ഈ ഭൂമിയിലേക്ക് വന്നു. ജീസസ് എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. അവൻ നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. രക്ഷകൻ, യോശുവ, യേശുവ. ഹീബ്രുവിൽ 2 വാക്കുകൾ, യോശുവയും യേശുവയും ഒരേ അർത്ഥമാണ്. യോശുവ രക്ഷകൻ, യേശുവ രക്ഷകൻ, പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. യേശു, അവൻ നമ്മെ പാപങ്ങളിൽ രക്ഷിക്കാനിരിക്കെ കൊണ്ട് യേശു എന്ന് പേരിടണം. അപ്പോൾ രക്ഷിക്കാൻ കഴിയുന്നവൻ, മനസാക്ഷിയുടെ കുറ്റബോധത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നു, മാനസിക പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവൻ, രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവൻ, കുടുംബ പ്രതികൂലങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നു, മരണഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നു, എല്ലാ ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവൻ, സകല നിരാശകളിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്നു, വലിയ തകർച്ചകളിൽ നിന്നും, നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും പൂർണ്ണമായി രക്ഷിക്കാൻ കഴിയുന്നവൻ യേശു. യേശുവിൻ്റെ ജനനം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണ്. യേശു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ചത് നമുക്ക് ആഘോഷിക്കാം. കർത്താവിൽ നമുക്ക് സന്തോഷിക്കാം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ഞാൻ നേരുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ സമാധാനവും വലിയ സ്വസ്ഥതയും യേശു ക്രിസ്തുവിലൂടെ ഉണ്ടാകട്ടെ. യേശു കൂടെയുള്ളവരെ കുറിച്ച് പറഞ്ഞവരെ ധൈര്യപ്പെടുത്തി അവരെ സ്വസ്ഥതയുള്ളവരാക്കി മാറ്റിയതുപോലെ ഇനിയുള്ള നാളുകളിൽ കർത്താവിലുള്ള സ്വസ്ഥതയും സമാധാനവും അളവില്ലാത്ത അനുഭവങ്ങളായി അനുഭവിക്കുവാൻ ഓരോരുത്തർക്കും കൃപയുണ്ടാകണം. വിശ്വാസികൾ, കർത്താവിനെ അറിഞ്ഞ വിശ്വാസികൾ വളരെയധികം സ്വസ്ഥത അനുഭവിക്കുന്നവരാകട്ടെ. ക്രിസ്തുവിലുള്ള സമാധാനവും സന്തോഷവും എല്ലാവരും നിറഞ്ഞു പ്രാപിക്കട്ടെ. ഇന്നത്തെ ദിവസം ഏതെല്ലാം വീടുകളിൽ സങ്കടങ്ങളും നിരാശകളും ആയിരിക്കുന്ന കുടുംബങ്ങളിൽ സ്വസ്ഥതയുണ്ടാകും. മദ്യപാനാസക്തികളിൽ നിന്ന് ഇന്ന് ജനം വിടുവിക്കപ്പെടട്ടെ. ഇന്നത്തെ ദിവസം അനേകർ യേശുവേ എന്ന് വിളിച്ച് രക്ഷിക്കപ്പെടട്ടെ. യേശുവിലേക്ക് തിരിയട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ ദിവസം മുതൽ അനുഗ്രഹിക്കട്ടെ. യേശു നമുക്ക് വേണ്ടി ജനിച്ചു. യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടോ? പ്രൈസ് ജനറേഷൻ ചർച്ചിൽ നാളെ ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. വ്യാഴാഴ്ച രാവിലെ 10:30 കടന്നു വരിക. കർത്താവിൻ്റെ കരം നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. ഗോഡ് ബ്ലെസ് യു.